ബിഗ് ബോസ് അഗ്നിപരീക്ഷയിൽ ഇന്ന് ഡേ 3 4 പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഷോ തുടങ്ങുന്നതിന് മുൻപ് എല്ലാ കണ്ടസ്റ്റന്റുകൾ ആരൊക്കെയാണ് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ടാകും. ഇനി ഈ ഒരു അഗ്നിപരീക്ഷ എന്നൊരു കടമ്പ കഴിഞ്ഞു, ഒരു ഓണമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നു. നല്ല ദിവസം നോക്കി ഒരു സൺഡേ, എന്തായാലും സൺഡേ തന്നെയായിരിക്കും ഗ്രാൻഡ് ലോഞ്ച്. ലാലേട്ടനൊക്കെ വന്ന് ഭയങ്കര ആർഭാടമായിട്ടുള്ള ഒരു ലോഞ്ച്, അതിനുവേണ്ടി മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനെ ബിഗ് ബോസിൽ ഒരുപാട് ആപ്ലിക്കേഷൻ വരലും കുറെ പേർക്ക് ഒരു 20 പേരോളം തെരഞ്ഞെടുക്കും. ബാക്കി ഒരുപാട് പേർക്ക് ഭയങ്കര നിരാശ. കാരണം ഫസ്റ്റ് സീസണിലെല്ലാം ഇതെങ്ങനെ ബിഗ് ബോസ് ആയി, എന്തിനാ വെറുതെ അവിടെ പോയിട്ട് ഇങ്ങനെ അടി പിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് പേര് ചീത്തയാകുന്ന എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നും അങ്ങനത്തെ ഇന്റർവ്യൂസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അങ്ങനെയല്ല, എല്ലാ ഭാഷകളിലും ഇങ്ങനെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താ പറയും, ബിഗ് ബോസിലൂടെ വന്ന് നമ്മൾ മറ്റ് സീരിയലിലും സിനിമയിലൊക്കെ, ചിലപ്പോൾ സിനിമയിലൊക്കെ അവസരം കിട്ടിയവരായിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു ഇതിൽ, അല്ലെങ്കിൽ സീരിയലിലൊക്കെ ഇങ്ങനെ അധികം പേരും കാണുന്നില്ല, വീട്ടിലെ വീട്ടമ്മമാർ ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളിലുള്ളവരെല്ലാം അറിയണം, അത്രയും ഫാൻസ് ഉണ്ടാകുകയാണ്. അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബിഗ് ബോസിൽ പോകുന്ന പറഞ്ഞാൽ ഭയങ്കര ഒരു ആഗ്രഹത്തോടെ കാത്തിരിക്കുമ്പോൾ എല്ലാ വർഷവും ഒരു 20 പേരടങ്ങുന്ന ആൾക്കാരായിരിക്കും വീട്ടിലുണ്ടാകുക. അപ്പോൾ ഈ കോമണേഴ്സ് എന്ന് പറഞ്ഞ് ഈ അഖിൽമാരാന്റെ സീസൺ മുതൽ കോമണേഴ്സിന് എടുക്കാൻ തുടങ്ങി. ആദ്യത്തെ 1, പിന്നെ രണ്ടാമത്തതിന് ശേഷം 2 പേര്, അങ്ങനെയൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ കോമണേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന അറിയുന്നില്ല. അപ്പൊ ഇത്തവണ ഒരു വെറൈറ്റി ആയിട്ട് വെച്ച് ഒരു അഗ്നിപരീക്ഷ വെച്ച് അതിൽ 10,000 കണക്കിന് ആപ്ലിക്കേഷൻ വരുന്നു കോമണേഴ്സിന്, അതിൽ 40 പേരെ തെരഞ്ഞെടുക്കുന്നു. അവർക്ക് ശരിക്കും ബിഗ് ബോസ് വീട്ടിനകത്ത് നടക്കുന്ന ഗെയിം പോലെ ഈ പ്ലാറ്റ്ഫോമിൽ ഈ അഗ്നിപരീക്ഷയിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഈ അഗ്നിപരീക്ഷയിൽ പാസ്സാകുന്നവർക്ക് മാത്രമാണ് വീട്ടിലേക്ക് പോകാനുള്ള അവസരം കിട്ടുന്നത്. അതൊക്കെ തന്നെയാണെങ്കിലും നമ്മളിപ്പോ ഈ ഷോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ 3ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ പലവരും ഈ ഷോയിൽ എങ്ങനെ, ബിഗ് ബോസ് ഷോയിൽ എങ്ങനെയാണോ വീട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ നിലപാടുകൾ, തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, പ്രത്യേകിച്ച് പറഞ്ഞ സ്ട്രാറ്റജി, അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയിട്ട് എങ്ങനെ പ്ലേ ചെയ്യണമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് വന്ന ആളുകളാണ്. ഇവിടുത്തെ ഇതിൽ തന്നെ അവര് കാണിക്കുന്നില്ല അതുപോലെയാണ്. എനിക്ക് തോന്നുന്നു ഇതിലൊരു പൂജ, 2 പൂജ ഉണ്ടായാലും ഒരു പൂജ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവറാണോ എന്ന് ചോദിച്ചാൽ ഓവറാണ്. എല്ലാത്തിലും കുറച്ച് സ്മാർട്ട് ആവണം, പക്ഷെ ഓവർ സ്മാർട്ട് ആയി കഴിയുമ്പോൾ അതൊരു ദോഷമില്ലേ. അതുപോലെ പെട്ടെന്ന്, അതായത് ഈ 40 പേരിൽ നിന്ന് ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. എങ്കിലും മറ്റുള്ളവരെ പെട്ടെന്ന് ഈ ഇതിന് മുൻപിലും എല്ലാവരും മുൻപിലും ഒരു ഗെയിമിലേക്കാണെങ്കിൽ കുറവ് ചൂണ്ടിക്കാണിക്കുന്നത് കുറച്ച് കൂടുതലാണോ. എന്തായാലും രഞ്ജിനി ഹരിദാസിന്റെ അടുത്ത് 2 കൊട്ടും കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഒരു ആവശ്യമുണ്ട്. എനിക്ക് തോന്നി ഇന്നലെ കഴിഞ്ഞ ഗെയിമിലും തന്നെയാണ് കുറച്ച് കൂടുതലല്ലേ എന്ന് തോന്നിയതാണ്. ഒരു കൊട്ട് കിട്ടേണ്ടത് ആവശ്യമായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് കറക്റ്റായിട്ട് രഞ്ജിനി ഹരിദാസ് ഒരു കൊട്ടൊക്കെ കൊടുത്തു. അപ്പൊ പലവരും അങ്ങനെയൊക്കെയാണ് ഭയങ്കരമായിട്ട് സ്ട്രാറ്റജിയൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ട് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്. ഈ ബിഗ് ബോസ് വീടിനകത്ത് 100 ദിവസം ഇരിക്കാൻ വന്ന പോലെ തന്നെയാണ്. ആക്ച്വലി കുറെ ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതിൽ ഫൈനലി ആരൊക്കെയാണോ വരുന്നത് അവര് ബിഗ് ബോസ് വീടിനകത്ത് പോകുന്നതാണ്. എന്നിരുന്നാലും ഈ ഒരു അഗ്നിപരീക്ഷ എന്നുള്ളത് ഡേ 3 ഗെയിം ഒരു വെറൈറ്റി ആയിരുന്നു. ഒരു ബസർ ടു ബസർ കൊടുത്ത ഒരു ഗെയിം, നമുക്ക് ഇതുവരെ സീസണൊന്നും കാണാത്ത ഒരു ഗെയിമൊക്കെ കൊടുത്ത് അതൊക്കെ വളരെ നന്നായിരുന്നു. എന്തായാലും ഒരു അടിപൊളിയാണ്. പക്ഷെ 4 പേര് എവിക്റ്റ് ആയിട്ടുണ്ട്. എവിക്റ്റായ ആളുകള് ഭയങ്കര വിഷമമായി. കാരണം ഇനി മുതൽ ഓരോ ദിവസവും എവിക്റ്റായി പോയില്ലെങ്കിൽ ഈ 40 പേരിന് അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറഞ്ഞാൽ, ഒരു ഇൻഫിനിറ്റി പെൻഡന്റ് കിട്ടിയ ആൾക്കാരും ഉണ്ട്. പക്ഷെ അതൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഓരോ പെർഫോമൻസ് വരുമ്പോഴും അത് നഷ്ടമാകാനും സാധ്യതയുണ്ട്. അതിൽ നിന്ന് പിന്നെ ഓരോ ദിവസത്തെ ഗെയിം വരുമ്പോഴും അതൊക്കെ എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവരുടെ പ്രസന്റേഷൻ, അല്ലെങ്കിൽ അവർ ഈ ഓഡിയൻസ് അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് എന്തൊക്കെ ചെയ്യുന്നു, അതിലവർ നന്മയുണ്ട് തിന്മയുണ്ട് അങ്ങനെയൊക്കെ നോക്കുന്നത്. ഈ ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പോലെ തന്നെയാണ്. പക്ഷെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഓരോ കണ്ടസ്റ്റന്റിന്റെ പെർഫോമൻസിൽ നമ്മൾ പ്രേക്ഷകര് വോട്ട് ചെയ്യുന്നു. പക്ഷെ ഇവിടെ 3 ജഡ്ജസ് തീരുമാനിക്കുന്നു, ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷെ ഏതിരുന്നാലും ബിഗ് ബോസ് വീടിനകത്ത് പോകുന്ന പോലെ തന്നെ എല്ലാ നിയന്ത്രണങ്ങളിലൂടെ തന്നെയാണ് ഈ ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന 3ാമത്തെ ദിവസത്തെ 4 പേരാണ് എവിക്റ്റ് ആയിരിക്കുന്നത്. നാളത്തെ ഗെയിമിനി